മനുഷ്യനെ വർഗീയമായി കാണുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കേരളവും മെല്ലെ നീങ്ങുകയാണ്. ഇന്ത്യ ആദ്യമേ നീങ്ങിക്കഴിഞ്ഞു. ഒരു മനുഷ്യൻ ഒരു വിഷയം ഉന്നയിച്ചാൽ ആ ഉന്നയിച്ച വിഷയത്തിലേക്ക് നോക്കുന്നതിന് പകരം അവൻ്റെ പേര് എന്താണ് എന്നതാണ് ആദ്യത്തെ നോട്ടം. അപ്പം എൻ്റെ പേര് അൻവർ ആയതുകൊണ്ട് അവനെ വർഗീയവൽക്കരിക്കുക, മുസ്ലിം വർഗീയവാദിയാക്കാനുള്ള പരിശ്രമം. അത് ഈ വിഷയത്തിൽ നമ്മൾ ഈ തുടങ്ങി വെക്കുന്ന വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ ഉൾപ്പെടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങളത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ 5 നേരം നമസ്കരിക്കുന്നവനാണ് എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നത്. അതായിക്കോട്ടെ, നമ്മളതിലേക്ക് വരാം. അപ്പം ഞാൻ ഔദ്യോഗികമായി പ്രസംഗം തുടങ്ങുകയാണ്. ആ പ്രസംഗം തുടങ്ങുമ്പോൾ ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഓം ഓം ശാന്തി. ആകാശത്തിരിക്കുന്ന കർത്താവ് ഭൂമിയിലുള്ള മനുഷ്യരെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. ലാൽ സലാം സഖാക്കളെ. ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് ഇതാണ്. എല്ലാ മനുഷ്യരെയും ഒന്നായി കാണണം. ഈ പറഞ്ഞതൊക്കെ ഒന്നാണ്. അസ്സലാമു അലൈക്കും എന്താണ്? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ. ഓം ശാന്തിയും അത് തന്നെയാണ്. ആകാശത്തിരിക്കുന്ന കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ, എല്ലാം ഒന്നാണ്. അപ്പോൾ ഏതൊരു മതവിശ്വാസിയും മതവിശ്വാസിയാകുന്നത് മതവിശ്വാസി ആയതുകൊണ്ട് അവൻ വർഗീയവാദിയാവുന്നില്ല. മറ്റു മതങ്ങളെ എതിർക്കുകയും അവരോട് വെറുപ്പ് കാണിക്കുകയും ചെയ്യുന്നതാണ് വർഗീയവാദം. അപ്പം അത് രണ്ടും ഒന്ന് വേർതിരിയേണ്ടതുണ്ട്. അപ്പം നമ്മൾ രാഷ്ട്രീയത്തേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ക്ഷമിക്കണം, എനിക്ക് എൻ്റെ കുടുംബ പശ്ചാത്തലം ചെറുതായിട്ടൊന്ന് വിവരിക്കേണ്ടതുണ്ട്. ഏറനാടിലെ ഒരു കുടുംബത്തിൽ, പുത്തൻവീട്ടിൽ തറവാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ വല്ലിപ്പാൻ്റെ പേര് പി വി മുഹമ്മദ് ഹാജിയാണ്. എൻ്റെ പിതാവിൻ്റെ പേര് പി വി ഷൗക്കത്തലി. ബ്രിട്ടീഷുകാരോട് പോരാടി ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് പങ്ക് വഹിച്ച കുടുംബമാണ്. ഒരുപാട് പീഡനങ്ങൾ സഹിച്ച കുടുംബമാണ്. ഒരുപാട് സമ്പത്ത് നഷ്ടപ്പെട്ട കുടുംബമാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമയത്ത് വിഭജനം നടക്കാൻ പോകുമ്പോൾ ഒരു കാരണവശാലും പാകിസ്ഥാനെ വിഭജിക്കരുത് എന്ന് ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയിൽ വാദിക്കുകയും അതിനുവേണ്ടി ഒരുപാട് സമ്പത്ത് ചിലവാക്കുകയും ചെയ്ത വാപ്പാൻ്റെ മോനാണ് ഞാൻ. നമ്മൾ ഒരിക്കലും ആ ഭാഗത്തേക്ക് ചാഞ്ഞു നിന്നിട്ടില്ല. നമ്മൾ ഈ മതേതരത്വത്തിൻ്റെ മുന്നിൽ, അതിൻ്റെ മുന്നിൽ മനുഷ്യത്വത്തിൻ്റെ കൊടി പിടിച്ച് എൻ്റെ തറവാടും എൻ്റെ കാക്കക്കാരണവന്മാരും കടന്നുപോയിട്ടുള്ളൂ. ചെറിയ അന്വേഷണം നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് നടത്തണം. എൻ്റെ ഉമ്മ 14 പ്രസവിച്ചതാണ്, 14 മക്കൾ. ഞാനതിൽ 11ാമത്തതാണ്. അതിൽ 3 ആൾ മരിച്ചു, ഞങ്ങൾ 11 ആൾ ജീവിച്ചിരിപ്പുണ്ട്. ഉമ്മ ഈ 20 വർഷക്കാലത്ത്, 22 വർഷക്കാലത്തിൻ്റെ ഇടക്കാണ് ഈ 14 പ്രസവം നടത്തിയത്. അപ്പം അന്നത്തെ കാലത്ത് പട്ടിണിയും കഷ്ടപ്പാടും ദുരിതവുമുള്ള കാലമാണ്. ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും വകയില്ലാത്തവരായിരുന്നു നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകൾ. വീട്ടിൽ വലിയ ചെമ്പിൽ കഞ്ഞി ഉണ്ടാക്കുമായിരുന്നു. 4ഉം 5ഉം സ്ത്രീകൾ ഒരലിലിട്ട് നെല്ല് കുത്തി അരിയാക്കി ഇവരിത് വെച്ച് വിളമ്പി ഈ കഞ്ഞി വാങ്ങാൻ വരുന്ന ചെറിയ ഓർമ്മ എനിക്ക് 4ലും 5ലും പഠിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ ഉമ്മയാണ് ഇത് വരുന്നവർക്ക് തൂക്കുപാത്രം, നമ്മൾ തൂക്കാത്രം എന്ന് പറയും, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും എന്താ പറയുക, ഇതുപോലത്തെ പാത്രങ്ങളുണ്ടാവും. അപ്പം 1:30 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ വീട്ടിന് നേരെ മുമ്പിലാണ് ഇടവണ്ണ ഒതായി UP സ്കൂള്. ഉമ്മ ഇങ്ങനെ വിയർത്ത് കുളിച്ചിട്ടുണ്ടാവും, ഈ കഞ്ഞി ഇങ്ങനെ പാരുന്നു. ഈ ജോലിക്കാരൊക്കെ നോക്കിക്കുന്നുണ്ടാവും. ഞാൻ 6ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോഴാണ് തോന്നി, ഞാൻ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ ഇത്രയും പണിക്കാരുണ്ടായിട്ട്. കാരണം ഞങ്ങൾ സ്കൂൾ വിട്ട്, ഞാനും എൻ്റെ 2 ജ്യേഷ്ഠന്മാരും, ഞങ്ങളൊക്കെ ഒരു 1.5 വയസ്സിൻ്റെ വ്യത്യാസം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരുമ്പോൾ ഉമ്മ എപ്പോഴും ഇവിടെ ഇരിക്കും. അപ്പോൾ ഒരു ദിവസം അമ്മാനോട് ചോദിച്ചു, ഉമ്മ ഈ പണിക്കാരൊക്കെ ഉണ്ടല്ലോ, അവർ വിളമ്പി കൊടുക്കൂലേ? അപ്പം ഉമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ട്,
ഇതിങ്ങനെ വിളമ്പിക്കൊടുത്ത് കൈ കുഴയും. ഇത് പണിക്കാർ ഇത് വിളമ്പിക്കൊടുത്ത അമ്മ മോനെ അവർ ആ വരുന്ന ആളുകളെ പ്രാകും എന്ന് പറഞ്ഞു. പഴയ ഓർമ്മയാ. അപ്പം അങ്ങനെ മുന്നോട്ട് വന്ന കുടുംബം. അപ്പം ഞങ്ങളൊക്കെ ഈ 1 വയസ്സിനും 1.5 വയസ്സിനും ആയതുകൊണ്ട് വീട്ടിലെപ്പോഴും 3-4 തൊട്ടിയാണ്. ഇത് നോക്കാൻ ഒരുപാട് സ്ത്രീകളുണ്ട്. അതിൽ ഞാനൊക്കെ ചെറുതാകുമ്പം ഉമ്മ പറഞ്ഞു കേട്ട ഓർമ്മയാണ്. എനിക്കൊരു 1 വയസ്സാകുമ്പോഴേക്കും ഉമ്മ അടുത്ത് പ്രസവിക്കും. ജ്യേഷ്ഠന് മൂത്ത ആൾക്ക് ഒരു 1.25 വയസ്സാകുമ്പോഴേക്കും അടുത്ത് പ്രസവിക്കും. അപ്പോൾ പാല് കൊടുക്കാൻ ഉമ്മാക്ക് മുലപ്പാൽ കൊടുക്കാൻ കഴിയില്ല. എത്ര മക്കൾക്ക് കൊടുക്കും? അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന പലരും ഉണ്ടായിരുന്നു. എൻ്റെ വല്യമ്മ എന്ന് പറയുന്നത് ചക്കിക്കുട്ടിയാണ്. മരിച്ചുപോയി 30 വർഷം മുമ്പ്. ചക്കിക്കുട്ടി അപ്പം ഈ 2 മക്കളെയും എൻ്റെ മൂത്ത മകൻ ജ്യേഷ്ഠ അജ്മലിനെയും എൻ്റെ താഴെയുള്ള മുനീറായ പ്രസവിച്ചപ്പോൾ ഉമ്മ ഈ ചക്കിക്കുട്ടിയുടെ കയ്യിലാണ് കൊടുക്കുക. എന്തിനാണെന്നറിയോ? ചക്കിക്കുട്ടീൻ്റെ അടുത്ത് ഞങ്ങൾ പോവുള്ളൂ, വീട്ടിൽ ജോലിക്കാർ വേറെ അല്ലാത്തല്ല. അപ്പം നേരത്തെ ബാങ്കല്ലേ കേട്ടെ സംസാരിക്കുകയാണ് അവിടെ. അപ്പോൾ നേരത്തെ കേട്ടത് ബാങ്കല്ല, അതോ വേറെ പള്ളിയിലെ ബാങ്ക് വല്ലതും ആണോ എന്നറിയില്ല. എന്തായാലും അവിടുത്തെ ഒരു രീതിയാണ് ബാങ്ക് വിളിക്കുമ്പോൾ സംസാരം നിർത്തുക എന്ന് പറയുന്നത് അവിടുത്തെ രീതിയാണ്. എനിക്കൊന്ന് പൊതു രാഷ്ട്രീയ മേഖലയിൽ അങ്ങനെ കാണപ്പെടാറുണ്ട്. എന്തായാലും അൻവർ തുടങ്ങുന്നു. അതിനു മുമ്പ് സുഗു എന്ന് പറയുന്ന വനിതാ മുൻ ലോക്കൽ സെക്രട്ടറി സംസാരിച്ചിരുന്നു. PV അൻവറും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിച്ച കാര്യം പറയുകയായിരുന്നു സുഗു എന്ന് പറയുന്ന മുൻ ലോക്കൽ സെക്രട്ടറി. എങ്ങനെയാണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായി അൻവർ വന്നത് എന്നതിനെക്കുറിച്ച് പറയുകയായിരുന്നു. അതിനുശേഷം വിവിധ പഞ്ചായത്തുകളിലടക്കം അമരമംഗലത്തടക്കം ഏത് രീതിയിലാണ്, ഏതൊക്കെയാണ് പോത്തുകല്ല്, ചോക്കാട്, അമരമ്പലം പഞ്ചായത്തിൽ, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഭരണം പിടിക്കാൻ ഏത് രീതിയിലാണ് അൻവറിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം സഹായകരമായതെന്ന് പറയുന്നു. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അത്രയും അധികം ജനാവലി അവിടെ ഉണ്ട്. അൻവർ എന്ന് പറയുന്നത് അൻവർ പറയുന്നത് കേൾക്കാൻ ഇത്രയധികം ജനാവലി വരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അൻവർ ദീർഘ വാർത്താ സമ്മേളനങ്ങൾ നടത്തിയ ആളാണ്. അതൊക്കെ കേട്ടിട്ടുണ്ടാകുന്ന മനുഷ്യരാണ്. എന്നിട്ടും അൻവറിനെ കേൾക്കാൻ ഇത്രയധികം ആളുകൾ വരുന്നു. മാത്രമല്ല വിവിധ ന്യൂസ് ചാനലുകളായി യൂട്യൂബിലൂടെയും അല്ലാതെയും ഒക്കെ ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ആളുകൾ അൻവറിനെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അൻവർ എന്ത് പറയുന്നു എന്നത് രാഷ്ട്രീയാകാംക്ഷയ്ക്കപ്പുറം അൻവർ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് തന്നെയാണ് കുറേയധികം ആളുകൾ. നേരത്തെ നമ്മൾ ബൈറ്റ് ചോദിക്കുമ്പോൾ കുറേയധികം ആളുകൾ അൻവറിൻ്റെ ചോദ്യത്തിന് CPMൻ്റെ മറുപടി എന്താണ്, അൻവറിനെതിരെയുള്ള നടപടിയാണോ, അൻവറിന് ചാപ്പകുത്തലാണോ അതിന് മറുപടി എന്ന് കുറേയധികം ചോദിക്കുന്ന കുറേയധികം ആൾക്കാരെ കണ്ടു. അൻവർ അതിന് സംസാരിച്ചു തുടങ്ങി. സഖാവ് പുഷ്പന് ആദരം അർപ്പിച്ചുകൊണ്ടാണ് അൻവർ തുടങ്ങിയത്. മുസ്ലിം പേരുകാരായ വർഗീയവാദിയാക്കുന്നു എന്ന സങ്കടം പറഞ്ഞു തുടങ്ങി. അതിനുശേഷം ഓം ശാന്തി, ആകാശത്തിരിക്കുന്ന കർത്താവ് എന്താണ്, താഴെ കാരുണ്യം ചൊരിയട്ടെ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു.